ഹായ് ഓൾ, എല്ലാവർക്കും ജെഫ്സ് ഹോംലി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് നാടൻ രീതിയിൽ സോസൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പെപ്പർ ചിക്കൻ ആണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് ആർക്കായാലും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഈ ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഈ ഒരു വലിപ്പത്തിലെ ഇഞ്ചി ഒരു 5-7 കഷ്ണമായിട്ട് മുറിച്ചതും, 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സിയിൽ ഒരു 10 മുതൽ 15 സെക്കൻഡ് വരെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു പരുവത്തിൽ കിട്ടും. കുരുമുളക് ഇതുപോലെ തരിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ വേണ്ടിയത്. അടുത്തതായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് 400 ഗ്രാം ചിക്കനാണ്. ഒരു ലെഗ് പീസ് ഉൾപ്പെടെ 6 പീസായിട്ടാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത കുരുമുളകും ഇഞ്ചിയും ഒരു തരി പോലും വേസ്റ്റ് ചെയ്യാതെ ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. വിനാഗിരി ചേർത്തത് കൊണ്ട് കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കട്ടിയായി പോവും. ഇനി അടുത്തതായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇതിലേക്ക് 3 പിരിയൻ മുളക് ചേർത്ത് ഒരു 5 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു 6 മുതൽ 7 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാം ചിക്കനിലെ വെള്ളം ഇറങ്ങി എണ്ണയുമായിട്ട് മിക്സായി ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഇത് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് വെള്ളമെല്ലാം നല്ലപോലെ വറ്റി ചിക്കൻ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണാം എല്ലിൽ നിന്നൊക്കെ ദശ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. ഇവിടെ നമ്മൾ കൂടുതൽ മസാലകളോ വേറെ ഇൻഗ്രീഡിയൻസോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, അതും നല്ല രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ്റെ ഡിഷാണ്. ഇനി നമുക്കിതൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ ഇതുപോലെ സെലറിയോ ഒന്ന് മുകളിൽ വെതറി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.